കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 30-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 11-ാമത് വാക്യം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അടിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദാവീദിനാൽ രചിക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 30-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിങ്കലുള്ള സന്തോഷം, അപ്പോൾ തന്നെ മനുഷ്യജീവിതത്തിൽ നേരിടുന്ന ക്ലേശങ്ങൾ, ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ, അതെന്താണ് അതിൻ്റെ കാരണം, എന്താണ് അതിൻ്റെ പിറകിൽ വ്യാപരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ് 30-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിനകത്താണ് ഒരു വാക്യം നമ്മൾ മിക്കപ്പോഴും പല ആൾക്കാർ പറയുന്നൊരു വാക്യമാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസിങ്കിലും ആനന്ദഘോഷം വരുന്നു എന്നുള്ളത്, അല്ലേ? ഈ സന്ദേശം, ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ഹൃദയത്തിനകത്ത്, ജീവിതത്തിനകത്ത് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ചിലരെങ്കിലും പറയാറുള്ളൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ സന്തോഷം എന്തെന്ന് അനുഭവിക്കാൻ കഴിയാത്തവർ, ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും സന്തോഷിക്കാൻ കഴിയാത്ത അനേക മനുഷ്യജന്മങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പലരെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കുന്ന സമയത്ത് ദുഃഖിക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവർ, ശൂന്യതയിലും പ്രയാസത്തിലും സാമ്പത്തിക തകർച്ചയിലും കുടുംബത്തിനകത്തുള്ള സമാധാനക്കുറവുകളൊക്കെ അത് മാത്രം അനുഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ ഒരു കൂട്ടം മനുഷ്യജന്മങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അനേകരുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും, അത് സാമ്പത്തികമാകട്ടെ, ആത്മീകമാകട്ടെ, ജീവിതത്തിൽ ലൗകികപരമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എല്ലാ രീതിയിലും നമ്മുടെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആടിത്തിമിർത്ത് ജീവിക്കുന്ന പലരെയും നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും, അല്ലേ? എന്നാൽ പലപ്പോഴും ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പലതുമുണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തിന്, പ്രത്യേകിച്ച് ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ സന്തോഷങ്ങളും അനുവദനീയമാണോ എന്ന് ചിന്തിക്കും. ഒരിക്കലുമില്ല. ദൈവത്തിങ്കൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിത മേഖലകൾക്കകത്ത് കടന്നു വരുന്ന സമയത്ത് എല്ലാ സന്തോഷങ്ങളും നമുക്ക് അനുവദനീയമല്ല. എല്ലാ ആനന്ദങ്ങളും നമുക്ക് ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയത്തുമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ദൈവം നമുക്ക് അനുവദിച്ചു നൽകിയ സന്തോഷങ്ങളുണ്ട് താനും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ആദിമ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചാക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്: നീ ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി, സ്തോത്രം, ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളുടെ മേൽ, മത്സ്യത്തിന്മേൽ, മൃഗങ്ങളുടെ മേൽ, സകല ചരാചര ജന്തുക്കളുടെ മേൽ അടക്കി വാഴുവീനെന്ന് കൽപ്പിച്ച് മനുഷ്യനെ, അങ്ങനെ കൽപ്പിച്ചാണ് ദൈവം മനുഷ്യനെ ഉലകത്തിനകത്ത് ആക്കി വെപ്പാൻ. അപ്പോൾ ദൈവം അനുവദിച്ച ചില സന്തോഷങ്ങളുണ്ട്. എന്നാൽ ഒന്നുകൂടെ ഞാൻ കുറച്ചുകൂടെ ആഴത്തിലിറങ്ങി പറഞ്ഞാൽ അതുപോലും അനുഭവിക്കാൻ കഴിയാത്ത അനേകം ആൾക്കാരുണ്ട്, അല്ലേ? ജീവിതത്തിൽ ദൈവം അനുവദിച്ച സന്തോഷങ്ങൾ പോലും അനുഭവിപ്പാൻ കഴിയാത്ത പലരെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്തുവാകട്ടെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് സന്തോഷം അനുഭവിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും നിത്യമായൊരു സന്തോഷം ദൈവം നമുക്ക് നൽകും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ആവശ്യമാണ്. എവിടാണ് നിത്യമായ സന്തോഷം? നമ്മളൊക്കെ സാധാരണഗതിയിൽ ദൈവമക്കളായി നമ്മളൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്: എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നി മഞ്ഞിലെ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്ന് തീരും എന്നാണ് നമ്മൾ സാധാരണ ലിറിക്സ്, അതിൻ്റെ ഒറിജിനൽ അങ്ങനെ അല്ല. അന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നി മഞ്ഞിലെ. എന്നാണ് നമ്മുടെ കഷ്ടം തീരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട്, രണ്ട് കാര്യമാണ് നമ്മുടെ പ്രതീക്ഷ കഷ്ടങ്ങൾ മാറും. ഒന്ന്, ഈ ലോകത്തെ വിട്ട് നമ്മൾ പോകുന്ന ഒരു ദിവസമുണ്ട്, നമ്മുടെ മരണം. അന്ന് നമ്മുടെ കഷ്ടതകൾക്കൊരു വിരാമമുണ്ട്. രണ്ട്, ഈ സ്തോത്രം, സകല കഷ്ടതകൾക്ക് വിരാമം കുറിക്കുന്ന വേറൊരു പ്രത്യാശയാണ് നമ്മുടെ കർത്താവിൻ്റെ വരവ്. സ്തോത്രം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ, നമ്മുടെ ആനന്ദം പൂർണ്ണമാകണമെങ്കിൽ, ഒന്ന്,
നമ്മൾ ഇവിടം വിട്ട് മാറണം. ഇല്ലെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മേഘത്തിൽ പ്രത്യക്ഷപ്പെടണം. ഇത് രണ്ടും അല്ലാതെ നമുക്കൊരിക്കലും ഈ ഭൂമിയിൽ സന്തോഷം പൂർണ്ണമായിട്ട് ലഭ്യമാകത്തില്ല. ഇനി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്തോത്രമില്ലെങ്കിൽ ഒന്ന് മരണത്തിലൂടെയോ കർത്താവിൻ്റെ വരവിലൂടെയോ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നിത്യമായ സന്തോഷത്തിലേക്ക് വഴിമാറുവാൻ തക്കവണ്ണം ഇടവരും. അതാണ് ഇവിടെ പറയുന്നത്, എൻ്റെ രട്ടിനെ നീ അഴിച്ച് എൻ്റെ വിലാപത്തെ ഞാൻ നൃത്തമാക്കി തീർത്തു. ദാവീദ് പറയുന്നു, എനിക്ക് വിലാപമുണ്ടായിരുന്നു, എന്നാൽ എൻ്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി. അടുത്ത് പറയുന്നൊരു വാചകമുണ്ട്, സ്തോത്രം, നീ എൻ്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. എന്താ സന്തോഷം ഉടുപ്പിക്കുക? ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടതയും വേദനയും ഞെരുക്കവും ദുഃഖവുമായിരിക്കാം തലം കെട്ടി നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രട്ടിനെ ദൈവം അഴിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുന്ന ഒരു വസ്ത്രം പോലെ സന്തോഷത്തെ ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം നിൻ്റെ ജീവിതത്തിനകത്ത് വരും. അതുകൊണ്ട് തന്നെയാണ് 30-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 5-ാമത് വാക്യത്തിൽ ഞാൻ ആവർത്തിച്ച വാക്യം ഒന്നുകൂടെ പറയുന്നു, അല്ല സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസിങ്കലോ ആനന്ദഘോഷം വരുന്നു. ഒരു പ്രസംഗകൻ പറഞ്ഞൊരു ചിന്ത ഇതാണ്, രാത്രിയിൽ ഒരാൾ വന്ന് നമ്മുടെ അടുക്കൽ കിടക്കുന്നത് പോലെ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസിങ്കലോ ആനന്ദഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രിയും ശാശ്വതമല്ല. ഒരു രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തുള്ളൊരു പ്രതീക്ഷയുണ്ട്, ഒരു സുപ്രഭാതം, ഒരു രാവിലെ ഒരു പ്രഭാതം നമ്മൾ കാണും. ഇന്നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ജീവിതത്തിനകത്ത് നിന്നെ തുടർമാനമായി പിടിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഇല്ല, സന്തോഷം നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു സുപ്രഭാതത്തിൽ വരുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്കതിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അനുഗ്രഹീതമായി സന്ദേശം മാറട്ടെ. ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ, ഞെരുക്കങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, എല്ലാ ഭാരങ്ങളും ജനത്തെ വിട്ട് മാറിപ്പോകട്ടെ. അനേകരും വിടുവിക്കപ്പെടുവാൻ ദൈവം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.